കോൺഗ്രസ് യുവനേതാവും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതര വെളിപ്പെടുത്തലുകളാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ, ലൈംഗിക പീഡനം, ലൈംഗിക സന്ദേശമയക്കൽ തുടങ്ങി നിരവധി വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഈ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് മുഖം രക്ഷിക്കൽ നടപടികളാണ് കോൺഗ്രസ് ഘട്ടം ഘട്ടമായി സ്വീകരിക്കുന്നത്. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ പാർട്ടിക്ക് വേണ്ടാത്തയാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്. ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയെന്നത് മാത്രം കോൺഗ്രസ് ചെയ്തിട്ടില്ല. ഉമാ തോമസ് MLA, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ വനിതാ നേതാക്കൾ അടക്കം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുക മാത്രമല്ല, പൊതുരംഗത്തു നിന്ന് മാറി നിൽക്കണമെന്ന് വരെ പറഞ്ഞു. എന്നാൽ ഇതിനോടുള്ള കോൺഗ്രസ് സൈബർ കൂട്ടത്തിന്റെ പ്രതികരണം നോക്കൂ. മകളുടെ ചാറ്റ് നിങ്ങൾ കണ്ടില്ലല്ലോ, അതുകൂടി പുറത്തു വന്നാൽ ചിലരൊക്കെ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും എന്നാണ് മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഇയാൾ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നത്. ഇതാണ് കോൺഗ്രസ് സംസ്കാരം. തീർന്നില്ല, ഉമാ തോമസിനെതിരെയുള്ള കോൺഗ്രസ് വെട്ടുകിളി ആക്രമണം ഇങ്ങനെ. നോക്കൂ, ഉമാ തോമസിന് പരുക്കു പറ്റിയതിനെ പോലും വെറുതെ വിടാത്ത കഴുകന്മാർ. ഷാനിമോൾ ഉസ്മാനും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെയും നിരന്തര ആക്രമണമാണ് നടക്കുന്നത്. KC വേണുഗോപാലിന്റെ ജീവിത പങ്കാളി ആശയ്ക്ക് പോലും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത്രയ്ക്കും സൈബർ ആക്രമണമായിരുന്നു. കോൺഗ്രസുകാരെ സംബന്ധിച്ച് KC വേണുഗോപാൽ ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കുന്ന കോൺഗ്രസ് സൈബർ പോരാളികൾക്ക് ഇതൊന്നും വിഷയമല്ല. അവർ ആരെയും ആക്രമിക്കും, വധിക്കും, പ്രത്യേകിച്ച് നേര് പറയുന്നവരെ.